ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റും ബീട്രൂട്ടും വച്ചിട്ട് നല്ല ഹെൽത്തിയും അടിപൊളി ടേസ്റ്റുമായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയുമായാണ്. ഇങ്ങനെ ഒരു സ്വീറ്റ് ബേക്കറിയിൽ പോലും കിട്ടില്ല, അത്ര കിഡിലൻ ടേസ്റ്റാണ്. കൂടാതെ ഹെൽത്തിയുമാണ്. വളരെ എളുപ്പത്തിലും ഇത് ചെയ്യാൻ പറ്റും. വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രം മതി. അപ്പോൾ നമുക്ക് ഈ ഹെൽത്തി സ്വീറ്റ് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്വീറ്റ് റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റ്, ഒരു ആപ്പിൾ, അതുപോലെ ഒരു മീഡിയം സൈസ് ബീട്രൂട്ടുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റിയതിന് ശേഷം നല്ലപോലെ വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇപ്പോഴിത് ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണമെങ്കിലും കട്ട് ചെയ്യാം, അല്ലാതെ ചോപ്പറിലിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. നമുക്കിത് മിക്സി ജാറിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ മിക്സി ജാറിലേക്ക് ബീട്രൂട്ടും അതുപോലെ ക്യാരറ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത് വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കേണ്ടതില്ല, ചെറിയ ചെറിയ തരികൾ കിടക്കുന്ന രീതിയിൽ വേണം ആദ്യം അരച്ചെടുക്കാൻ. എന്നാൽ വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത്. ഇപ്പോഴിതാ ഞാൻ ആ ക്യാരറ്റും ബീട്രൂട്ടും ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ തരിയൊക്കെ കിടക്കുന്ന രീതിയിലാണ് അരച്ചെടുത്തത്. ഇനി ഇതോടൊപ്പം നമ്മൾ നേരത്തെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള ആപ്പിൾ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചേർത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. എത്രത്തോളം നമ്മൾ പേസ്റ്റാക്കി എടുക്കാൻ പറ്റുമോ അത്രയും പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാതെ തന്നെ അരയ്ക്കണം. ആപ്പിളിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് നല്ല പേസ്റ്റായി തന്നെ കിട്ടും. ഇപ്പോഴിതാ ഞാൻ നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. കട്ടകളുണ്ടെങ്കിൽ ഒന്നുകൂടി അരച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ റെസിപ്പി തയ്യാറാക്കാൻ ഒരുപാട് നെയ്യിൻ്റെ ആവശ്യമില്ല, കുറച്ച് നെയ്യ് മാത്രം മതിയാകും. ഞാനിതിലേക്ക് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചാണ് ഈ റെസിപ്പി തയ്യാറാക്കി എടുക്കുന്നത്. നെയ്യ് നല്ല രീതിയിൽ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കത് നല്ല രീതിയിലൊന്ന് വഴറ്റാം. അപ്പോൾ ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റാൻ. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് വറ്റി വരും. അതുപോലെ തന്നെ ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറി നല്ല രീതിയിൽ വെന്ത് കിട്ടുകയും ചെയ്യും. ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവരിഷ്ടത്തോടെ കഴിക്കും, വീണ്ടും വീണ്ടും ചോദിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്, വളരെ ഹെൽത്തിയുമാണ്. ബീട്രൂട്ടിൻ്റെയും ക്യാരറ്റിൻ്റെയും ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരുപാട് വിറ്റാമിനുകളും മിനറൽസുകളും അടങ്ങിയിട്ടുണ്ട് ഇതിൽ. 2-3 മിനിറ്റ് ആയപ്പോഴേക്കും ഇതിലുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ തന്നെ വറ്റിയിട്ടുണ്ട്. ഇതുപോലെ ആയി കിട്ടുന്നത് വരെ നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 കപ്പ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഒരു 100 ഗ്രാം ശർക്കരയാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം മധുരം ചെക്ക് ചെയ്ത് നോക്കാം. ആവശ്യമെങ്കിൽ മാത്രം വീണ്ടും ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാൻ ചെക്ക് ചെയ്തപ്പോഴേക്കും മധുരം കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ വീണ്ടും ശർക്കര ചേർത്ത് കൊടുത്തിട്ടില്ല. നമ്മൾ ചേർത്തിട്ടുള്ള ബീട്രൂട്ടിലും ആപ്പിളിലും ഒക്കെ ഓൾറെഡി മധുരമുണ്ട്, അതുകൊണ്ട് കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കേണ്ടി വരില്ല. ശർക്കര ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് അടച്ച് വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് 2-3 മിനിറ്റ് മാത്രം അടച്ച് വെച്ച് വേവിച്ചാൽ മതിയാകും. ഈ ഒരു സമയത്ത് മറ്റൊരു അടുപ്പിലേക്ക് ഒരു പാൻ വയ്ക്കാം. എന്നിട്ട് അത് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ബദാമും കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 20ഓളം ബദാമും ഒരു 10-12 അണ്ടിപ്പരിപ്പുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് തണുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് ഇത് പൊടിച്ചെടുക്കാവുന്നതാണ്. പൊടിച്ചെടുക്കുമ്പോൾ ചെറിയ തരികളോട് കൂടി വേണം പൊടിച്ചെടുക്കാൻ, നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിക്കേണ്ടതില്ല. നട്ട്സ് ചെറിയ തരികളോട് കൂടി കിടക്കുമ്പോഴാണ് ഈ റെസിപ്പി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോഴിതാ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ചെറിയ തരിയൊക്കെ കിടപ്പുണ്ട്. ഈ രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതിയാകും. നമ്മൾ അടച്ച് വെച്ച് വേവിച്ചത് 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലുള്ള വെള്ളമൊക്കെ നല്ല രീതിയിൽ വറ്റി നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. ഒന്നുകൂടി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്നിച്ചാക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ചേർക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാക്കി നല്ല രീതിയിൽ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കയുടെ പൊടി ചേർക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പാനിൽ നിന്ന് നമ്മുടെ റെസിപ്പി വഴറ്റുമ്പോൾ വിട്ട് വരണം. അതുവരെ വേണം നമ്മൾ വഴറ്റാൻ. ഇപ്പോഴിതാ നമ്മുടെ റെസിപ്പി പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പം മൊത്തത്തിൽ നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴിതാ നമ്മുടെ റെസിപ്പി അടിപൊളിയായി റെഡിയായി. ഇപ്പോൾ നമ്മളിവിടെ തയ്യാറാക്കിയെടുത്തത് വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ABC ഹൽവയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി. ഒത്തിരി സമയമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ തന്നെ ഈ റെസിപ്പി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ റെസിപ്പി നമുക്ക് ഇങ്ങനെ തന്നെ ഒരു ബൗളിലാക്കിയിട്ട് കഴിക്കാവുന്നതാണ്. എന്നാൽ ഞാനൊരു ഷേപ്പിന് വേണ്ടിയിട്ട് മാത്രം കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഫോയിൽ പേപ്പർ ഇട്ട് കൊടുക്കാം. ഇപ്പോഴിത് ഫോയിൽ പേപ്പർ സെറ്റാക്കി എടുത്തു. ഇതിലേക്ക് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചൂടോടുകൂടി തന്നെ നമ്മുടെ ഹൽവ വച്ചിട്ട് എല്ലാ വശത്തും ഒരേ ലെവലാക്കാം. ഇപ്പോഴിതാ എല്ലാം ഒരേ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതും നമ്മൾ ഹൽവയോടൊപ്പം ചേർത്ത് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പാകത്തിനായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മളിത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോഴിതാ ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബൗളിൽ നിന്ന് ഫോയിൽ പേപ്പർ മാറ്റാം. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഹൽവ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ സാധാരണ നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്യൂലേ, ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹൽവയാണിത്. അപ്പോൾ കട്ട് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. ഇപ്പോൾ നമ്മുടെ ABC ഹൽവ കഴിക്കാനായി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള സൂപ്പർ ഹൽവയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു ഹൽവയാണിത്. കുട്ടികൾക്കിത് തീർച്ചയായും ഇഷ്ടമാകും. അമ്മമാർ കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു ഹൽവ തയ്യാറാക്കി കൊടുക്കണം. തയ്യാറാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നല്ല ദഹനം ലഭിക്കുന്നതിനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാനും തിളക്കമുള്ള സ്കിന്നിനൊക്കെ ഈ ABC ഹൽവ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ABC ഹൽവ. അപ്പോൾ ബീട്രൂട്ടും ആപ്പിളും ക്യാരറ്റും ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്ക് ഈ ഒരു രീതിയിൽ തീർച്ചയായും തയ്യാറാക്കി കൊടുത്താൽ അവർ കഴിക്കും. ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ്. മുതിർന്നവർക്ക് വേണ്ടി തയ്യാറാക്കുമ്പോൾ ഇതിൽ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം ബീട്രൂട്ടിലും ആപ്പിളിലും ഒക്കെ നല്ല മധുരമുണ്ട്. അപ്പോൾ ആ ഒരു മധുരം തന്നെ ഇതിന് ധാരാളമാണ്. ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് മധുരം ചേർത്തിട്ട് ഇത് തയ്യാറാക്കാം. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ധാരാളം വിറ്റാമിനുകളും മിനറൽസുകളും അടങ്ങിയിട്ടുള്ള ഈ ABC ഹൽവ തീർച്ചയായും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.